എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് കൃഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചേക്കുന്നത് ഫേസിൻ്റെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഫേഷ്യൽ അപ്പോൾ കഴിഞ്ഞ ഞാനിട്ട 2 ദിവസത്തെ മുമ്പ് ഇട്ട ഫേഷ്യൽ എല്ലാവർക്കും ഒരുപാട് ഗുണം ചെയ്തെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷം. അപ്പോൾ ഇന്ന് ഒരു കൊറിയൻ ഫേഷ്യൽ, ഞാൻ കൊറിയൻ ഫേഷ്യലിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കൊറിയൻ ഫേഷ്യൽ അല്ല, കൊറിയൻ ക്രീം. അപ്പോൾ ആ ഒരു ക്രീം എന്ന് വെച്ചാൽ അറിയാമല്ലോ, കൊറിയൻകാരുടെ ഫേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല ഗ്ലാസ് സ്കിന്നാണ്, നല്ല ഗ്ലോയാണ്. നമുക്ക് എന്താ പറയാൻ പറ്റത്തില്ല, അത്ര നല്ല നല്ല കണ്ണാടി പോലെ മിനുങ്ങുന്ന സ്കിന്നാണ് അവരുടെ. അത് അവരുടെ മാത്രമല്ല, വിദേശികളുടെ യൂറോപ്യൻ കൺട്രിയിലുള്ള മിക്കവരുടെയും സ്കിന്ന് അതേപോലുള്ളത് തന്നെയാണ്. അപ്പം അവരുപയോഗിക്കുന്ന ഒരു ക്രീമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. റൈസ് ക്രീമാണ്. അപ്പം നമുക്കത് വീട്ടിലുണ്ടാക്കി നമ്മൾ വെറുതെ മോയ്സ്ചറൈസറും ക്രീമുകളൊന്നും വാങ്ങിക്കാതെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കി ഇത് ഉപയോഗിക്കാവുന്ന ഒരു ക്രീമാണ്. ഞാനിത് ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ യോഗ ക്ലാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, അതായത് ഈ ഡ്രസ്സിലൊക്കെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ വന്നപ്പോഴാണ് എനിക്ക് ഇത്തിരി ക്രീമുണ്ട്, എൻ്റെ ആ ക്രീം അങ്ങ് തീർന്നു. പാക്ക് പോലെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അത് തീർന്നതുകൊണ്ട് അത് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഇരുന്നപ്പോഴാണ്, എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഇതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് റൈസാണ്. അരി നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വേവിക്കണം. അതല്ലാതെ നമുക്കിപ്പം അരിപ്പൊടി വെച്ചോ അല്ലെങ്കിൽ ചോറ് വെച്ചോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കാം. പക്ഷെ കുറച്ചും കൂടെ നല്ലത് നമ്മൾ അരി കുറച്ച് കുതിർത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് തന്നെ നമ്മൾ അതിനു വേണ്ടി മാത്രം വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ സാധാരണ ഏതരിയായാലും ഒരു 1 2 3 4 ഒരു 4 ടീസ്പൂൺ അരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുറച്ച് നേരം കുതിർക്കാൻ വയ്ക്കുക. ആ കുതിർത്ത് വെച്ച അരി അത് വേവിക്കുകയാണ് നന്നായിട്ട്. അതൊന്ന് പെട്ടെന്ന് വേവും. നമ്മൾ കുതിർത്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് വെന്തോളും. നന്നായിട്ടൊന്ന് വെന്ത് കഴിയുന്നതിനെ അത് നമ്മൾ എടുത്ത് അതിനകത്തുനിന്ന് ചോറ് ഊറ്റിയെടുക്കും. വേണ്ട ഇതിപ്പോൾ ഇനി നമുക്കതിൻ്റെ ചോറ് എടുത്ത് നമുക്ക് ഇനി നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒന്ന് ഇത് നമ്മൾ ആ റൈസ് നമ്മൾ വേവിച്ച ചോറ് അത് അരച്ചതാണ്. നല്ല വൃത്തിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം അരയണം, അതാണ് അതിൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളത് തുണിയിലൊക്കെ അരിച്ച് നന്നായിട്ടും അരിച്ച് ഇടുക. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിക്കാറ് ഇപ്പോൾ തുണിയെല്ലാം വെച്ച് കെട്ടി അതിനൊന്നും ഞാൻ പ്രിപ്പയർഡ് ആയില്ല. അല്ലെങ്കിൽ ഞാൻ തുണിയിൽ വെച്ച് ഇതിട്ടിട്ട് പിന്നെ അതിനകത്ത് കുറച്ചും കൂടെ പിന്നെ വെള്ളം ചേർക്കേണ്ടി, അത് അരയ്ക്കാൻ നേരം കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും. ഇത് പിന്നെ ഞാൻ വെള്ളം ഒന്നും ചേർത്തില്ല, ചോറ് മാത്രമാണ്. വെള്ളം കൂടെ ചേർത്ത് ഇത്തിരി അരയ്ക്കുവാണെങ്കിൽ അത് പിഴിഞ്ഞ് അതിൻ്റെ എടുക്കുക, അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. ഇത് ഞാൻ അതുകൊണ്ട് നന്നായിട്ട് അരച്ചിട്ട് പിന്നെ മിക്സ് ചെയ്യണം. മിക്സിങ്ങിൽ ഇരിക്കുക കാര്യം, അങ്ങനെ ഇത് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് വേണ്ടത്. ഇനി ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ അലോവേര ജെല്ല്. നന്നായിട്ട് കുറച്ച് അലോവേര ജെല്ല് ചേർക്കണം. കുറച്ച് ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ അലോവേര ഉണ്ടെങ്കിൽ, അല്ലാത്ത അലോവേര ആണെങ്കിൽ അതും ചെയ്യാം. എനിക്ക് കുറച്ച് അരച്ച് വന്നപ്പം കുറച്ച് കൂടുതലായിപ്പോയി. ഞാൻ പകുതി മാറ്റി വെച്ചേക്കോ. 4 സ്പൂണൊന്നും എടുക്കണ്ട, നിങ്ങൾ 2 സ്പൂണൊക്കെ എടുത്താൽ മതി. ഞാൻ കുറച്ച് കൂടുതലാക്കി അങ്ങ് എടുത്തതാണ്. പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് അടുത്ത് ചേർക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സിങ്ങിലിരിക്കുകയാണ് കാര്യം, നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അതൊരു 2-3 എണ്ണമൊക്കെ ചേർക്കാം. എത്ര ഒരു 3-4 എണ്ണം വേണമെങ്കിൽ ചേർക്കാം. എൻ്റെ ഒരു 3 എണ്ണേ ഉള്ളായിരുന്നു. ഞാനിന്ന് ഈ വീഡിയോ എടുക്കുന്നൊരു ഇത് ധാരണയെ ഇല്ലാതെ എടുത്തു. അപ്പോൾ കയ്യിലിരിക്കുന്ന സാധനം വെച്ച് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ ചെയ്യാം. എത്ര നിങ്ങൾ അരി എടുക്കുന്ന അതനുസരിച്ച് അത് കൂട്ടാം. ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത് വേണം പാക്കായിട്ടും, പിന്നെ നമുക്ക് ബോഡിയിലൊക്കെ ഇത് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. സ്കിൻ നല്ല വൈറ്റനിങ് ആവും, നല്ല ഗ്ലോ ആവും, നല്ല സോഫ്റ്റ് ആവും. ഒരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങളിത് കടുപ്പിച്ച് ഉപയോഗിക്കുക, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അല്ലാതെ ഇപ്പോൾ ആഴ്ചയിൽ 3 or 2 ഒന്നുമല്ല, എല്ലാ ദിവസവും ഇത് ചെയ്യാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ പോലെ തന്നെ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാക്കായിട്ട് ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിനോടൊപ്പം ഇത്തിരി നമ്മുടെ കോക്കനട്ട് ഓയിൽ, നല്ല കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക. പിന്നെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണയാണ്, നമ്മുടെ കോക്കനട്ട് ഓയിലാണ് കുറച്ചുകൂടെ നല്ലത്.
അവർ തന്നെ ഇതാണ് ഉപയോഗിക്കുന്നത് പറയുന്നത്. നല്ലതായിട്ട് ഇത് നന്നായിട്ട് അരിച്ച് ക്രീമാക്കി എടുക്കണം. അതാണ് സോഫ്റ്റാക്കി എടുക്കണം. ഇത് മിക്സിങ്ങിലിരിക്കുവാണ് കാര്യം. കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓയിൽ നിങ്ങൾ കൂടുതൽ ഒഴിക്കണ്ടേ. ഇത്തിരി ഓയിൽ, ഞാൻ ഇതിനകത്ത് ഇത്തിരി കൂടുതലാണ് ഓയിൽ, കുറച്ച് ഒഴിച്ചാൽ മതി. വേണ്ടേ വേണ്ടേ നല്ലോണം പാക്ക് മിക്സ് ചെയ്യണം. നല്ല നല്ല ക്രീം പരുവത്തിൽ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ക്രീം പോലെ തന്നെ കിട്ടും. ഓയിലൊക്കെ ഒരു ടീസ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇതിനകത്ത് ഇത്തിരി കൂടുതൽ ഒഴിച്ചതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇനി ഇതിൻ്റെ പകുതി ഇരിപ്പുണ്ട് മിക്സ് ചെയ്തത്, അരച്ച് വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനാണ്. അപ്പോൾ അത് കറക്റ്റാവും. അപ്പോൾ അത്രയും നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ കുറച്ചെടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഒരു ടീസ്പൂൺ ഒഴിച്ചാൽ മതി. അല്ല, ഞാനിപ്പോൾ ഇത് കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത്. പലരും പറഞ്ഞിട്ടുണ്ട് ടീച്ചർ എൻ്റെ ഫേസിലിട്ട് ചെയ്താൽ വ്യത്യാസം എങ്ങനെ അറിയുന്നുണ്ട്. ഞാൻ കയ്യിലിട്ട് കാണിക്കുക. കൈവച്ച് തന്നെ എടുക്കാം. ഇത് കയ്യിലിവിടെ ഒരു പുള്ളി അടയാളമാണ്. അപ്പം പുള്ളി നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇത് ഫേസിൽ ചെയ്യാം. കഴുത്തിൽ വളരെ നല്ലതാണ്. കൈകാലുകൾക്ക് ഇപ്പോൾ കയ്യിലൊക്കെ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. കൊച്ചു കുട്ടികൾക്ക് വരെയും ചെയ്യാൻ. യാതൊരു കെമിക്കലും ഇല്ല ഇതിനകത്ത്. ഒരു പ്രശ്നവും ഇല്ല. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് നല്ല സ്കിൻ സോഫ്റ്റ് ആവും. ചിലർക്ക് ഇങ്ങനെ ഒരുമാതിരി ഇതായിട്ടിരിക്കുമല്ലോ, റഫായിട്ടിരിക്കുമല്ലോ. പിന്നെ അതുപോലെ കൈമുട്ടിനൊക്കെ ഇങ്ങനെ റഫായിട്ട് ഇരിക്കും, പരിപരിപ്പ്. അവിടെയൊക്കെ ഇടാൻ നല്ലതാണ്. പിന്നെ ഫേസിന് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാം. എല്ലാവരും കമൻറ്റ് ചോദിക്കുന്നത് എത്ര ദിവസം ചെയ്യാം, എത്ര സമയം ഇടാം. ഇത് അങ്ങനെയല്ല, എല്ലാ ദിവസവും ഉപയോഗിക്കാവുന്നൊരു കാര്യമാണ്. നിങ്ങളൊരു 4-5 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം വരും. നല്ല വ്യത്യാസമായിരിക്കും. അപ്പം നിങ്ങൾക്ക് നമുക്കും നല്ല കൊറിയക്കാരുടെ സ്കിന്നാക്കി എടുക്കാം. അവർ ഡെയിലി ചെയ്യുന്ന ഇതാണ്. ഡെയിലി അവരിത് ചെയ്യാറുണ്ട്. നമുക്കിവിടെ ഫോറിനേഴ്സൊക്കെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. മോൻ്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് ക്ലാസ്സും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പുറത്ത് താമസിച്ചിട്ട് ഇരിക്കും. അപ്പോൾ അവരിവിടെ വന്ന് ചിലർ താമസിക്കുകയും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഞങ്ങൾ അവരോടൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നതാണ്, എനിക്ക് അവരാണിത് പറഞ്ഞു തന്നത്. അവർ ചെയ്യുന്ന ഇതേ ആ ഒരു കുട്ടി ഇവിടെ വന്ന് നിന്നപ്പോൾ അതിങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്ത് നമ്മുടെ ഇതിങ്ങനെ റൈസൊക്കെ എടുത്ത് വെച്ച് ചെയ്ത് അവർ ഡെയിലി ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കേണ്ടി വന്നപ്പം അവർക്ക് ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരാഴ്ച കൂടുതൽ ഒരാഴ്ച ചെയ്താൽ മതി. അതല്ല ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കണം. അല്ലാതെ പിന്നെ ഇത് നമുക്ക് കുറച്ച് ദിവസം കൂടെ ഉപയോഗിക്കാം. മോയ്സ്ചറൈസറായിട്ട് സ്കിന്നിൽ ഇങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്തേക്കാനാണെങ്കിൽ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ അരി കുറച്ച് കുതിർത്തിട്ട് അത് കുറച്ച് നേരം ഒരു 4-5 മണിക്കൂർ കുതിർക്കണം. രണ്ടാമത്തെ ടിപ്പാണ് പറയുന്നത്. ഇതൊന്നാണ്. അരി നന്നായിട്ട് കുതിർത്തതിന് ശേഷം ആ അരി കുറച്ച് മിക്സ് ചെയ്ത് നന്നായി കഴുകിയെല്ലാം ചെയ്ത് എടുത്തിട്ട് മിക്സിയിലിടണം. മിക്സിയിലിട്ടിട്ട് പച്ചയ്ക്ക് തന്നെ വേവിക്കേണ്ടത്. മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരി നന്നായിട്ടങ്ങ് നന്നായിട്ട് അരയ്ക്കുക. അരച്ചതിന് ശേഷം ഇത് ഒരു ജാറിൽ ഒഴിച്ചു വെച്ച് കംപ്ലീറ്റ് ഇങ്ങനെ വലിയൊരു ജാറിലോട്ട് ഒഴിച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഈ അടിമട്ട് ഇങ്ങനെ അടിയുമല്ലോ, അതിൻ്റെ ആ മട്ട്, ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ മട്ട് ഒരു തുണിയിൽ എടുത്തു വെച്ചിട്ട് അത് അരിച്ചൊഴിക്കണം. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വളരെ തിന്നായിട്ടുള്ള കാര്യമുണ്ട്. ആ ഊറി പോയി കഴിയുമ്പോൾ ആ മട്ടി വരുന്നത് നിങ്ങൾ ആ വെയിലത്ത് വെച്ച് ഉണക്കണം. ആ നന്നായിട്ട് ഉണക്കി കഴിഞ്ഞിട്ട് അത് പൊടിക്കുക. അത് പൊടിച്ചിട്ട് ഇതേപോലെ ജെല്ലും നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലും വൈറ്റമിൻ ഇ ഓയിലും നമ്മുടെ ഓയിലും കൂടെ മിക്സ് ചെയ്ത് കുപ്പിയിലങ്ങ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നാളത് മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ആയില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനി ചോദിക്കും, ചോറ് അരച്ചിട്ടങ്ങ് ചെയ്താൽ മതിയല്ലോ, എന്തിനാ ഇതെല്ലാം പാടുപെടുന്നത്? പക്ഷേ ചോറ് അരച്ച് ചെയ്ത് നമ്മൾ ചിലപ്പോൾ ഉപ്പിട്ട് വേവിക്കും, പല രീതിയിലായിരിക്കും. ഇത് അങ്ങനെയല്ല. അതിനായിട്ട് ഇത്തിരി എടുത്തിട്ട് വളരെ തീ കുറച്ച് വെച്ച് വേവിച്ച് എടുക്കുന്നതാണ് കുറച്ച് നല്ലത്. നിങ്ങൾക്ക് അതല്ല അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ.
ഇതാണ്ട് നിങ്ങൾ വ്യത്യാസം നോക്ക്, നല്ല വ്യത്യാസമുണ്ട്. ഇതിൽ കൂടുതൽ വ്യത്യാസം വന്നതിന് ഞാൻ കുറച്ച് സമയം ഇട്ടുള്ളൂ. എനിക്ക് കുറച്ച് സമയം ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒത്തിരി സമയം ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനങ്ങ് ക്ലീൻ ചെയ്തതാണ്. ഇതൊരു അടയാളം, എൻ്റെ കൈ പൊള്ളിയതാണേ, ഇന്നലെ എന്തോ വീണ് പൊള്ളി, അതിൻ്റെ ഒരു അടയാളം കാണുന്നത്. നല്ല വ്യത്യാസം വരും. ഇത് കയ്യിൽ ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. ഫേസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. കൈക്ക് നല്ലതാണ്, കൈക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഫേസ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, അതിന് ഒരു സംശയമില്ല. അറിയാമല്ലോ കൊറിയൻകാർ ഉപയോഗിക്കുന്ന ഇതെന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ പാക്കായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇത് കുറച്ചും കൂടെ നല്ല ഇത് സോഫ്റ്റ് ആയിരിക്കണം ക്രീം എന്ന് വെച്ചാൽ, കാരണം ഇത് പാക്കായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ ക്രീം ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇട്ട് വെക്കും കുറച്ച് ദിവസം. അതാ നമ്മുടെ ക്രീം പോലെ തന്നെ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ കുറച്ചും കൂടെ അരിച്ചെടുക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഒരു തരി വന്നില്ല, ആ ഒരു തരി ഇല്ലാതിരിക്കും. അപ്പം നമുക്ക് സ്കിന്നിനകത്ത് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. കണ്ടോ, പൈസയൊന്നും കൊടുത്തൊരു ക്രീമും പാക്കും ഒന്നും വാങ്ങിക്കേണ്ട, നിങ്ങൾക്ക് സൂപ്പർ ക്രീം. കണ്ടോ, ഒരു ചെലവും ഇല്ല. ഇത്തിരി അറിയാമല്ലോ ഞാൻ ഉപയോഗിച്ച സാധനങ്ങളൊന്നും ഒരു ചെലവില്ലാത്ത സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് മസാജ് ചെയ്താൽ കഴുകിക്കളയുക. പക്ഷെ ഇത് അരിച്ചെടുക്കുവാണെങ്കിൽ, അരിക്കുക എന്ന് വെച്ചാൽ ഇത്തിരി ജോലിപ്പാടുണ്ടാകേണ്ട ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. തുണി എടുക്കണം, മനസ്സിലായല്ലോ. ഇത് അരച്ച് കഴിഞ്ഞിട്ട് ആ ഒരു തുണിയിലേക്ക് അടിയിൽ പാത്രം വെച്ചിട്ട് തുണിയുടെ പുറത്ത് ഇതിട്ട് ഇങ്ങനെ പിഴിയണം. ഇങ്ങനെ പിഴിഞ്ഞ് വരുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന ആ ജ്യൂസ് പോലുള്ള സാധനമാണ് നമ്മൾ ഇതിനെടുക്കുന്നത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴുകിക്കളേണ്ട കാര്യമില്ല, മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാം. സ്കിന്നിൽ നമ്മൾ സാധാരണ മോയ്സ്ചറൈസർ വാങ്ങിക്കത്തില്ലേ, അതൊക്കെ എന്തെല്ലാം കെമിക്കലുകളാണ്, ഇത് ഒരു കെമിക്കലും ഇല്ല. ഇത് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് സ്വല്പം തരി പോലെ, തരി ഇല്ല എന്നാലും ഇതിൻ്റെ ഒരു പാക്ക് പോലെ ആയിരിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് പാക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് ദിവസവും നമുക്ക് ചെയ്യാം, എല്ലാ ദിവസവും ചെയ്യാം. എത്ര ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഒരാഴ്ച എന്തായാലും ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ചെയ്യുക. ഇത് കറുത്ത ബ്ലാക്ക് സ്പോട്ടൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ്. ചുളിവുകൾ മാറും, എല്ലാത്തിനും. എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കൊറിയൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഉൾപ്പെടും. അപ്പം നിങ്ങളിതെല്ലാവരും ചെയ്യണം. ഞാൻ പറഞ്ഞ രീതിയിൽ 2 തരത്തിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അടച്ച് നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഡപ്പയൊന്നും കുപ്പി ജാറ് ആ ഡപ്പ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് കാണിച്ചതാണ്. ഇനി കുറച്ച് കൂടുതൽ ഇരിപ്പുണ്ട്, അതും എടുത്ത് വെക്കണം. അപ്പം നമുക്ക് കയ്യിൽ കാലിലും ഒക്കെ നമുക്ക് ഇടാൻ പറ്റും. എല്ലാവർക്കും, കുട്ടികൾക്ക് വരെയും ചെയ്യും, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ എല്ലാവരും ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് അറിയിക്കുക. നിങ്ങൾ കമൻറ്റ് ഇടുമെന്ന് എനിക്കറിയാം. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം തീർച്ചയായിട്ടും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷേ അതനുസരിച്ച് സബ്സ്ക്രൈബർ വരുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടല്ലേ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും. അതാണ് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹവും സപ്പോർട്ടും. പിന്നെ എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ബൈ.